അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ സമകാലിക പ്രസക്തി എന്നാണെന്ന് തോന്നുന്നു ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന് കൊടുത്ത വിഷയത്തിൻ്റെ തലക്കെട്ട്. ത്രികാലജ്ഞനായ സർവജ്ഞനായ അല്ലാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ വേദഗ്രന്ഥം എക്കാലത്തും പ്രസക്തമാണ്, നിത്യപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സമകാലിക പ്രസക്തി എന്ന ഒരു ശീർഷകം അത്ര പ്രസക്തമാണെന്ന് തോന്നുന്നില്ല. സമകാലിക ലോകത്ത് മാത്രമല്ല, കഴിഞ്ഞ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും അങ്ങനെ ലോകാവസാനം വരെ എല്ലാവർക്കും എവിടെയും എപ്പോഴും അത് വളരെ വളരെ പ്രസക്തമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ നേരെ നമ്മൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും മനുഷ്യനോടുള്ള അരിശമല്ല. അന്തിമ വിശകലനത്തിൽ ഖുർആനിനോടും ഖുർആൻ എത്തിച്ച് വിശദീകരിച്ച് നടപ്പാക്കി കാണിച്ചു തന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയോടുമുള്ള അരിശമാണ്. അത്തരം അരിശക്കാരോട് ഖുർആൻ പറഞ്ഞ മൂത്തൂബി വൈലിക്കുന്നതാണ്. കോപം കൊണ്ട് പോയി ചത്തോളിന്ന് പോയി തൂങ്ങിച്ചാവടാന്നല്ല നമ്മൾ പറയുന്നില്ലേ എന്ന് പറയും പോലെ ഖുർആൻ പറഞ്ഞു മൂത്തൂബി വൈലിക്കും. അപ്പോൾ കാലത്തും അത് വിശകലന വിധേയമാണ്. വിശകലന വേളയിൽ വിമർശനങ്ങളും ഉണ്ടാകും. പക്ഷെ വിമർശകരും ഖുർആനിനോട് അന്തിമമായി യോജിക്കുന്നതാണ് അനുഭവങ്ങളെല്ലാം. ഖുർആനെ വിമർശനാത്മകമായി സമീപിച്ചവരും ഒടുവിൽ ഖുർആനിൻ്റെ മാസ്മരികതയിൽ മയങ്ങി വീഴുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് ചിന്തകന്മാരൊക്കെ ഖുർആനിനെ സ്റ്റാൻഡിങ് മിറക്കിൾ, കാലാതിവർത്തിയായ അത്യത്ഭുത ഗ്രന്ഥമെന്ന് പറഞ്ഞത്. ഖുർആൻ്റെ അനുയായികൾ മാത്രമല്ല, ഖുർആനോട് ഇനിയും അടുത്തിട്ടില്ലാത്തവർ പോലും അതിനങ്ങനെ പറയുന്നുണ്ട്. അതിലൊരുപാട് വശങ്ങൾ ഇവിടെ 3 നല്ല പ്രഭാഷണങ്ങളിലൂടെ വന്നു. പ്രിയപ്പെട്ട ഷൗക്കത്ത് അലി സാഹിബും എൻ്റെ നാട്ടുകാരനും അയൽവാസിയും ബന്ധുവുമായ എനിക്കേറെ പ്രിയപ്പെട്ട മുഫ്തി അമീൻ സാഹിബും അതിനുശേഷം നമ്മുടെ ബഹുമാന്യനായ കൂട്ടിൽ മുഹമ്മദ് അലി സാഹിബും ഒക്കെ പറഞ്ഞത് വിഷയങ്ങളുടെ അല്പം മാത്രമാണ്. ഖുർആൻ ഒരു സാഗരമാണ്. ആ സാഗരത്തിൻ്റെ തീരത്ത് നിന്ന് ഇത്തിരി കക്കകൾ പെറുക്കുക മാത്രമാണ് ആരും ചെയ്യുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അത്ര പോകാൻ മനുഷ്യായുസ് മതിയാകുന്നില്ല. അതുകൊണ്ടാണ് ഇനിയും വീണ്ടും ഖുർആനിൻ്റെ വിശദീകരണ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് ഖുർആനിൻ്റെ പ്രസക്തി, ഖുർആനിൻ്റെ പ്രയോജനം, ഖുർആനിൻ്റെ സൗന്ദര്യം, ഖുർആനിൻ്റെ പ്രായോഗികത ഇത് ഗ്രഹിക്കണമെങ്കിൽ ഖുർആനിൻ്റെ ഭാഷ അറിയണം. പക്ഷെ മഹാത്ഭുതം എന്ന് പറയട്ടെ, ഖുർആൻ്റെ ഭാഷ പഠിക്കാത്തവരെ പോലും ഖുർആൻ വിസ്മയിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ ഇവിടുത്തെ തിലാവത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ്. ഭാഷ അറിയാതെയും 100, 150, 200 തവണ ഓതി തീർത്താലും ഒരു മടുപ്പുമില്ലാത്ത മഹാത്ഭുത ഗ്രന്ഥമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഭാഷ പഠിക്കണ്ട എന്നില്ലല്ലോ. അത് ഖുർആൻ്റെ ഒരു സവിശേഷതയാണ്, അള്ളാൻ്റെ കലാമല്ല. അപ്പോൾ ഖുർആൻ്റെ ഭാഷ അറിഞ്ഞുകൊണ്ട് ഖുർആനിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് പിന്നെ ഖുർആൻ വളരെ വളരെ സമകാലിക പ്രസക്തമാണെന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടുക. ഞാൻ ഈ സദസ്സിനോട് പറയുകയാണ്, വളരെ വിനയപൂർവ്വം പറയുകയാണ്, ഞാനൊക്കെ താടി വളർത്തുന്നുണ്ട്, സദസ്സിൽ പലരും വളർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്.
വേഷഭൂഷാദികളിൽ, ആചാരമര്യാദകളിൽ, എല്ലാ ഘട്ടത്തിലും, ഉറക്കിലും ഊണിലും പ്രവാചക മാതൃക നമ്മൾ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റാൻ നമ്മളൊക്കെ അതീവ തൽപരരാണ്. സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമമേ ഉള്ളൂ, വിയോജിപ്പില്ല. സാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടൊക്കെയോ എന്ന വിഷമമേ നമുക്കുള്ളൂ. എന്നാൽ പ്രവാചകൻ്റെ ഭാഷയല്ലേ അറബി, ഖുർആൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഭാഷ. അപ്പം നബിയുടെ വേഷത്തിലും മറ്റു രംഗങ്ങളിലൊക്കെയുള്ള മാതൃക നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ നബിയുടെ ഭാഷ അഥവാ നബിക്ക് ഇറങ്ങിയ ഖുർആനിൻ്റെ ഭാഷ അറിഞ്ഞുകൊണ്ട് വേണം ഖുർആനിൻ്റെ പ്രസക്തിയെപ്പറ്റി കൂടുതൽ അറിയാൻ. അതിനുള്ള ശ്രദ്ധയും ശ്രമവും വളരെ സജീവമായി നടക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അത് വളരെ സരളമാണ്, എളുപ്പമാണെന്നാണ് വിവരമുള്ളവർ നമ്മെ തെര്യപ്പെടുത്തുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒന്ന് അപ്രസക്തമാണ്, അപ്രായോഗികമാണെന്ന് ലോകത്താർക്കും സ്ഥാപിക്കുക സാധ്യമേ അല്ല. അവർ ശീലിച്ച ശീലങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ ദേഹേച്ഛകളുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ട് കലഹിക്കുന്നു എന്നല്ലാതെ ഖുർആൻ മുന്നോട്ട് വെച്ച കുടുംബ സംബന്ധമായ തത്വങ്ങളോ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദീക്ഷിക്കേണ്ടുന്ന മര്യാദകളോ അല്ലെങ്കിൽ രാജ്യഭരണത്തിൽ പാലിക്കേണ്ടതോ അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം കാഴ്ചപ്പാടുകൾ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുണ്ടോ അതൊക്കെ അതീവ പ്രസക്തമാണ്. അതാണ് ഏറെ പ്രസക്തം എന്നത് അനുഭവ സത്യമാണ്. അത് അനുഭവ സത്യമാണ്. അതുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അതവരുടെ ശീലങ്ങളുമായി ബന്ധപ്പെട്ട അല്ല അവരുടെ ശരിയല്ലാത്ത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട തകരാറ് കൊണ്ടാണ്. അപ്പോൾ ഖുർആനിൻ്റെ വിഷയത്തിൽ സമകാലിക പ്രസക്തിയല്ല, നിത്യപ്രസക്തിയാണ് ഞാൻ അടിവരയിടാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ എന്നും എവിടെയും എപ്പോഴും പ്രസക്തമാണ്. ഖുർആൻ ഒരിക്കലും നമ്മെ മടുപ്പിക്കുകയില്ല, മുഷിപ്പിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറയുകയാണ്, ഖുർആൻ്റെ ഭാഷയുടെ ഒരു ഊക്കുണ്ടല്ലോ, വല്ലാത്തൊരു ഊക്ക. ഹൈദരാബാദിലെ ഹാഷിം അമീർ അലി ഒരു ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അയാളൊരു മോഡേണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആളാണ്. അയാൾ ഇഖ്റ ബിസ്മി മുതലാണ് അയാളെ പരിഭാഷ ആരംഭിച്ചത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ എന്തായാലും പക്ഷേ അതൊക്കെ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുകയാണ്, വില്യം മൂറിനെ ഉദ്ധരിച്ചുകൊണ്ട്. വില്യം മൂർ ഇസ്ലാമിനെ വിമർശനാത്മകമായി വിലയിരുത്തിയ ആളാണ്, ഓറിയൻ്റലിസ്റ്റാണ്. അദ്ദേഹം പറയുന്നു, ഖുർആൻ്റെ സൗന്ദര്യമാവട്ടെ, ഖുർആൻ്റെ പ്രായോഗികത ആവട്ടെ, ഖുർആൻ്റെ പ്രസക്തിയാവട്ടെ, എന്തും കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയണമെങ്കിൽ അത് ഖുർആൻ്റെ ഭാഷയിലൂടെ തന്നെ അത് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം സൂറത്ത് കാഫിൽ നിന്ന് ഒരൊറ്റ ആയത്ത് മാത്രം ഉദാഹരിച്ചു കൊണ്ട് പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യി വ നുമീത്ത് വ ഇലൈനൽ മസീർ. സൂറത്ത് കാഫ് 6 പദങ്ങളാണ് അതിലുള്ളത്. 6 പദങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രസംഗദൈർഘ്യം ഭയന്നുകൊണ്ട് തന്നെ. 6 പദങ്ങളിൽ 5 പദങ്ങളിലും നാം എന്ന ധാതു അഥവാ പ്രോനൗൺ അല്ലെങ്കിൽ ലമീർ ഉള്ളടങ്ങിയിരിക്കുന്നു. നാം, ഇന്നാ നഹ്നു നുഹ്യി വ നുമീത്ത് വ ഇലൈനൽ മസീർ. ഈ ഇത്ര ഫോഴ്സോടുകൂടി, ഇത്ര ചന്തത്തോടുകൂടി, ഇത്ര ശക്തമായി മറ്റൊരു ഭാഷയിലൂടെയും നമുക്കത് ആവഹിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ഖുർആനുമായി ഇടപഴകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിസ്മയകരമായ ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ പറയാനാൾ നിർബന്ധിതനാകുകയാണ്. അതാണ്. അപ്പോൾ ഖുർആൻ്റെ ഭാഷയങ്ങനെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം സാമ്പത്തിക രംഗത്തായാലും യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകിയല്ലോ. 7 ഉണങ്ങിയ കൊലകളും 7 നല്ല നിറഞ്ഞ കുലകളും വന്നപ്പോൾ അദ്ദേഹം കൊടുത്തൊരു ഉപദേശം പക്ഷേ എല്ലാ കാലത്തും നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. സമ്പന്നാവസ്ഥയിൽ നിങ്ങളുടെ അടുക്കള കതിരുകളിൽ നിന്ന് ആവശ്യത്തിന് എടുക്കുകയും ബാക്കി അപ്പടി ആ കുലയിൽ തന്നെ ഉദറൂഹു ഫീ സുംബുലി, ആ കൊലയിൽ തന്നെ അവശേഷിപ്പിക്കുകയും ചെയ്യും. കാരണം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അക്കാലത്ത് ഏറ്റവും പ്രസക്തമായ പ്രയോജനപ്രദമായ ഒരു വഴിയായിരുന്നു. അപ്പോൾ സുഭിക്ഷാവസ്ഥയിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ ആവശ്യത്തിന് മാത്രം തത്സന്ദർഭത്തിൽ ഉപയോഗിക്കുകയും ബാക്കി ക്ഷാമകാലത്തേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധി കാലത്തേക്ക് കരുതി വെക്കുകയും ചെയ്യുക എന്ന പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രം മുതൽ അങ്ങേയറ്റത്തുള്ള കമ്പോള ശാസ്ത്രം വരെ വിശദീകരിക്കാൻ തുനിയുന്നില്ല. ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുടുംബഘടനയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കുടുംബഘടനയുടെ
കുടുംബജീവിതത്തിൻ്റെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിയിട്ടാണ് പാശ്ചാത്യ നാടുകളിൽ നിന്ന് 10,000-കണക്കിന് സ്ത്രീകളാണ് ആദ്യം വരുന്നത്. സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഭദ്രമായ കുടുംബ സംവിധാനങ്ങൾ, കുടുംബത്തിൻ്റെ ഭദ്രമായ കുടുംബത്തിന് ഉപകരിക്കുന്ന ചട്ടങ്ങൾ ഉള്ളത് ഖുർആനിലാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപക്ഷെ ഒരു മുസ്ലിം പുരുഷൻ്റെ 2ാം ഭാര്യയായി ജീവിച്ചാൽ പോലും, അങ്ങനെ ബഹുഭാര്യത്വം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയല്ല, ഒരു മുസ്ലിം പുരുഷൻ്റെ 2ാം ഭാര്യയായി ജീവിച്ചാൽ പോലും ഇസ്ലാമിലെ കുടുംബമാണ് ഏറെ സുന്ദരം, ഏറെ സുഭദ്രം എന്ന് പാശ്ചാത്യ ലോകത്തെ വനിതകൾ വളരെ സന്തോഷത്തോട് സമ്മതിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മറിയം ജമീല അമേരിക്കയിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച് പാകിസ്ഥാനിൽ യൂസുഫ് ഖാൻ എന്ന ഒരാളുടെ 2ാം ഭാര്യയായിട്ട് ജീവിച്ചത്, ദീർഘകാലം ജീവിച്ചത്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഖുർആൻ നിത്യപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്തും അത് ഏറെ പ്രസക്തമാണ്, നാളെ വരാൻ പോകുന്ന കാലത്തും അത് പ്രസക്തമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് സ്ഥലകാല നിയമങ്ങൾക്ക് വിധേയരായിട്ടാണ്. ലോ ഓഫ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയും. സ്ഥലകാല നിയമങ്ങൾക്ക് വിധേയരായിട്ടാണ്. സ്ഥലകാല നിയമങ്ങൾക്ക് അതീതനായ, സ്ഥലകാല നിയമങ്ങളുടെ വിധാതാവായ അള്ളാഹു ഇറക്കിയ വിശുദ്ധ വേദഗ്രന്ഥം നിത്യപ്രസക്തമാണെന്ന് സമ്മതിച്ചേ തീരൂ. അതിലാണ് നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണത. പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം കിട്ടാത്ത കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് അതിൻ്റെ വെളിച്ചം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഉൾക്കരുത്ത്, ഉള്ളുറപ്പ് ഇതൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രദർശനവും ഈ മാർഗത്തിലെ ഒരു ശ്രമമാണ്, ഖുർആനിനെ പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ്. പടച്ചവൻ ഇതുകൊണ്ടും ധാരാളം സൽഫലങ്ങൾ ഉണ്ടാക്കട്ടെ. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനിയും വ്യക്തിപരമായും കൂട്ടായും നമുക്ക് അത്തരം ശ്രമങ്ങൾക്ക് ഉത്സാഹപൂർവം ഇറങ്ങാനുള്ള ഉദവി പ്രപഞ്ചനാഥനായ അള്ളാഹു നൽകുമാറാകട്ടെ. നിർത്തുന്നു. ഇത്രയും സഹിച്ചതിന് എൻ്റെ വിനീതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്.